അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വറസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മുടെ കുടുംബജീവിതത്തെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. വാപ്പയായി എന്നുള്ളത് അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. നമ്മൾ വല്യാപ്പയായി എന്നത് അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് ഉമ്മയാകുന്നതും വല്യമ്മയാകുന്നതും വധുവാകുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ഖുർആനിൽ പരാമർശിക്കുന്ന വാക്ക് വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ എന്നാണ്. വമിൻ ആയാത്തിഹി, ആയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഇണകളാക്കി കുടുംബമാക്കി അള്ളാഹ് മാറ്റി എന്നുള്ളത്. എന്താണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ? ആയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം സൂര്യൻ അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്താണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആജീവനാന്തം പഠിച്ചുകൊണ്ടേയിരിക്കും, അതിനെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പടച്ചോൻ ആയാത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, ഭൂഗർഭജലങ്ങൾ, മഴ എല്ലാം പടച്ചോന്റെ വലിയൊരു ആയത്താണ്, ദൃഷ്ടാന്താണ് എന്ന് പറയുന്ന പോലെ അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഒരു ഇണ, ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരു കുടുംബമായി ജീവിക്കുക എന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ, ഈ ലോകത്ത് നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിനോട് നമ്മൾക്കൊരു ആദരവും കടപ്പാടും ഉണ്ടാകണം. നമ്മൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ സഹോദരി സഹോദരനോട് പറയാണ്, അള്ളാഹ് തന്ന ഈ നിഅമത്തിനോട് നമ്മൾ കടപ്പെട്ടവരാകണം. അതെന്താണ് ആ കടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു കാരണവശാലും നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ കുടുംബം ഛിദ്രതയിലേക്ക് പോകാനോ, നമ്മുടെ കുടുംബ ബന്ധം തകർന്നു പോകാനോ, നമ്മുടെ ദാമ്പത്യ ജീവിതം അകന്ന് ജീവിക്കാനോ നമ്മൾ കാരണം സംഭവിച്ചുകൂടാ എന്ന് നമ്മൾ തീരുമാനിക്കലാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ്. നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ കുടുംബജീവിതം തകർന്നുകൂടാ. നമ്മുടെ ഒരു സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ തീരുമാനങ്ങൾ കൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ തീ ആളിക്കത്തിക്കൂടാ എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ്. സഹോദരങ്ങളെ, ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു 55 വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനായ, അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന ഫാമിലി സ്റ്റാറ്റസ് ഒക്കെയുള്ള ഒരാൾ
അദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ വാചകം, ഞാനും എന്റെ ഭാര്യയും 10 കൊല്ലായിട്ട് ഞങ്ങൾ തമ്മിൽ ദാമ്പത്യ ബന്ധമല്ല. അവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു റൂമിലാണ് അവർ കടന്നുറങ്ങുന്നത്. ആ 10 വർഷം മുമ്പ് അവർക്കുണ്ടായ 3 മക്കളുമായിട്ടൊരു വീട്ടിലാണ് അവർ കഴിയണത്. അവരുടെ ജീവിതത്തിൽ 10 വർഷമായി ദാമ്പത്യ ജീവിതമല്ല. സഹോദരങ്ങളെ, പിന്നെ എന്തിനാ ജീവിക്കണമെന്നറിയോ? മക്കളൊക്കെ ആയില്ലേ, ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കാൻ. ഇതൊരാളല്ല, ഇത് സത്യത്തിൽ ഒരാളല്ല. ഒരു വലിയ നാട്ടിൽ ഒരു 100 കുടുംബം എടുത്താൽ ഒരു 15 കുടുംബത്തിലധികം ഇന്ന് ഇങ്ങനെയാ ജീവിക്കുന്നത്. അവർക്കിടയിൽ സ്നേഹമോ ഊഷ്മളമായ ബന്ധമോ പരസ്പരമുള്ള കാരുണ്യമോ ഇല്ലാതെ ഒന്നുകിൽ കട്ടിലിന്റെ മുകളിൽ ഒരാളും താഴെ കടക്ക വിരിച്ചു മറ്റൊരാളും താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 റൂമുകളിൽ ദമ്പതിമാരായ അവർ വേർപെട്ട് ജീവിക്കുന്നു. അവർ അതിനിടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പുറത്തു പോകുന്നുണ്ട്, കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്, മക്കളുടെ കല്യാണം നടത്തുന്നുണ്ട്, റമദാൻ വന്നാൽ നോമ്പൊൽക്കുന്നുണ്ട്, പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അവർക്കിടയിൽ ഇസ്ലാമികമായ ഒരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? അദ്ദേഹത്തോട് ചോദിച്ചതാണ്, നോക്കൂ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ പിണങ്ങിയത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും കാലം അകന്നു നിന്നത്? അത്ഭുതമുള്ള വാക്ക് എന്താ അറിയോ? അദ്ദേഹം ഇങ്ങനെ കുറച്ചേരം നിന്നു, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ വാക്ക്, മൗലവി, മുമ്പ് എനിക്ക് ഓർമ്മ ഉണ്ടേനി, ഇപ്പൊ 10 കൊല്ലായില്ലേ, ഇപ്പൊ അതൊന്ന് ഓർക്കാൻ വയ്യ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പടച്ചോൻ ഈ ലോകത്ത് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുട്ടനെ കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത്. ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലും കണ്ണിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പലരെയും നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർക്ക് പ്രായമായി, പക്ഷേ കുടുംബത്തിന്റെ പരാധീനത കൊണ്ട് വിവാഹം കഴിയാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാങ്ങളെ. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഈ പൈസ പോരാ, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നിങ്ങളെ കയ്യിലുള്ള ഈ പൈസ പോരാ എന്ന് പറഞ്ഞിട്ട് ദീനിയായി ജീവിച്ചിട്ടും അത്യാവശ്യം ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഈ പൈസ പോരാന്നുള്ളതിന്റെ പേരിൽ കല്യാണം കഴിയാത്ത എത്രയോ മനുഷ്യന്മാര് നമ്മുടെ നാട്ടിൽ. എത്ര പെൺകുട്ടികളുണ്ട് നാട്ടിലെ? എത്രയോ ആളുകളുടെ കണ്ടീഷൻ പ്രകാരം നിറമില്ല എന്നതിന്റെ പേരിൽ, പൈസ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ, ജേട്ടത്തി ഓടിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ ഇന്നും വിവാഹം കഴിക്കാതെ എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിനിടയിലാണ് കൂട്ടരെ നമ്മക്കല്ല കല്യാണം തന്നു, നമ്മളെ വാപ്പിയാക്കി, അത്യാവശ്യം വാടക വീടാകട്ടെ സ്വന്തം വീടാകട്ടെ ഒരു വീട് തന്നു, ബാപ്പാന്ന് വിളിക്കാൻ 2-3 കുട്ടികളെ തന്നു, ഉമ്മാന്ന് വിളിക്കാൻ 2-3 കുട്ടികളെ തന്നു. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ അകന്ന് ജീവിച്ചുകൊണ്ടേയിരിക്കാൻ. ഇത് ഞാൻ ആവർത്തിക്കുന്ന 1-2 കുടുംബം എന്നല്ല. എന്തിനാ തെറ്റിയതെന്ന് അറിയണില്ല. സഹോദരങ്ങളെ, 1-2 സംസാരം ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി വേണ്ട, ഞാൻ ഒന്നുകൂടി ഗൗരവത്ത് പറയാൻ, 1 മാസം സംസാരം ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ അത് വാശിയായി, പിന്നത് ദേഷ്യമായി, പിന്നത് ഈഗോയായി, പിന്നെ ഞാൻ വിട്ടൊടുക്കൂല എന്നുള്ളതിമക്ക് ശൈത്താനെ എത്തിപ്പിച്ചാൽ, സഹോദരങ്ങളെ, ഇതിനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ തസവ്വജ, ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഫഖദ് ഇസ്തക്മല നിസ്വൽ ഈമാൻ, അവന്റെ സ്വർഗത്തിന്റെ പ്രവേശനത്തിനാവശ്യമായ പകുതി ഈമാൻ ഈ കല്യാണത്തോടുകൂടി പൂർത്തിയായി. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് ഫൽയത്തഖില്ലാഹ് ഫിന്നിസ്വിൽ ബാക്കി, ബാക്കി കുടുംബജീവിതം കൊണ്ട് ബാക്കി ഭാഗം പൂർത്തിയാക്കിയാൽ ഈമാനിന്റെ പൂർത്തീകരണം സംഭവിച്ച് സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ കല്യാണം ഇതാണോ? നമ്മൾ ആലോചിക്കണം. ഇതൊരു പുരുഷന്റേത് മാത്രമല്ല, എത്രയോ സഹോദരിമാരുണ്ട് വാശി കൊണ്ട് അവനവന്റെ ജീവിതത്തിലെടുത്ത ഞാൻ താന്നൊടുക്കൂല, ഇന്റെ വാപ്പ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞുമെന്ന് നിന്റെയൊക്കെ തെറ്റില്ലല്ലോ, പിന്നെന്തിനാ ഞാന്? സഹോദരങ്ങളെ, 4-5 മാസം 4-5 കൊല്ലം ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രം അലക്കിക്കൊടുത്ത് അവനാന്റെ കുട്ടികളെ ഭാഗം വെച്ചാണ്ട് ജീവിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അവരെന്തിനാ ജീവിക്കണറിയോ? ഇനിയിപ്പോ പിരിയാൻ പറ്റൂലല്ലോ, മോശല്ലേ, നാട്ടാരെന്താ പറയാ, മക്കളൊക്കെ വലുതായില്ലേ, ഇനി കെട്ടിക്കൊണ്ടോയെടുത്ത മകൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടെന്നാക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ്. സഹോദരങ്ങളെ, ഇത് ദാമ്പത്യമല്ല, ഒരിക്കലുമല്ല. അങ്ങനെയുള്ളവർ അറിയേണ്ടത്, നമ്മളൊന്ന് താന്നുകൊടുത്താൽ, സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് താന്നുകൊടുത്താൽ, നമ്മളൊന്ന് ക്ഷമിച്ചാൽ, നമ്മളൊന്ന് സാരമില്ല എന്ന് വെച്ചാൽ, അള്ളാഹുവിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും
നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് താന്നാൽ അവിടെ പടച്ചോൻ തരുന്ന അനുഗ്രഹമുണ്ട്. ഖുർആന്റെ ഒരു അത്ഭുതമുള്ള ആയത്തുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിയെ മാറ്റുന്ന ആയത്താണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്താട്ടോ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വുൻ ലക്കും. അല്ലാഹ് ആദ്യത്തെ പോയിന്റ് പറയട്ടോ, നമ്മളുടെ ഇണകളിൽ, ഇത് ഭാര്യമാർ ഭർത്താക്കന്മാരെ പറ്റിയും മക്കളെ പറ്റിയും, ഭർത്താക്കന്മാർ ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയും ഖുർആനിൽ അല്ലാഹ് പറയണം. നമ്മക്കിടയിൽ, നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് ശത്രുക്കളുണ്ട്. അല്ലാഹ് പറയാം. ഒന്നാമത്തെ പോയിന്റ്, ശത്രുക്കൾ ഉണ്ട്. ഉണ്ടായേക്കെന്നല്ല, ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടാകും. ചിലപ്പോ നമ്മളുടെ അവരുടെയും സ്വഭാവം രണ്ടാകും. ചിലപ്പോ നമ്മുടെ ജീവിതം അവരുടെ ജീവിതം രണ്ട് ഭാഗത്താകും. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക് ഫഹദറൂഹും, കരുതണം. ദീന് വിട്ടു പോകുന്നതും ശിർക്ക് എത്തുന്നതും കുടുംബം ദീനിൽ നിന്ന് അവർ തട്ടിക്കൊണ്ടുപോകുന്നതും ശ്രദ്ധിക്കണം. അടുത്ത വാക്ക് ശരിക്കും എന്താ അല്ലാഹ് പറയേണ്ടത്? രണ്ട് സ്വഭാവമാണെങ്കിൽ, രണ്ട് പെരുമാറ്റാണെങ്കിൽ, രണ്ട് രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഖുർആന്റെ വാക്ക്. എന്നാൽ അള്ളാന്റെ വാക്ക് വഇൻ തഅഫൂ, നിങ്ങൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, വതസ്ഫഹൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, വതഗ്ഫിറൂ, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരും, കാരുണ്യവാനാണ്. സഹോദരങ്ങളെ, എത്ര മനോഹരമായ ആയത്താണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലാഹ് പറയാൻ, നിങ്ങൾ നല്ല ധൃതിയിൽ കാര്യം ചെയ്യുന്ന ആളേക്കാരം, നിങ്ങളുടെ ഭാര്യ വളരെ സ്ലോയില് കാര്യം ചെയ്യുന്ന ആളേക്കാരം. പക്ഷേ ധൃതിയിൽ ചെയ്യുന്ന നമ്മളിൽ ചിലതൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാകും. അവൾ സാവധാനം ചെയ്തിട്ട് അവളെല്ലാം ശരിയാക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, പക്വതയിൽ വ്യത്യാസം ഉണ്ടാവും, വൃത്തിയിൽ വ്യത്യാസം ഉണ്ടാവും, കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും, മക്കളെ വളർത്തിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ചിരിക്കുക, നമ്മൾ ഒരുമിച്ചിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ പറയാ, തെറ്റാതെ അല്പമൊക്കെ കീഴൊതുങ്ങിയും ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും പരസ്പരം നല്ല വർത്തമാനം പറഞ്ഞും ആ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെയാണ് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുക. പ്രവാചകന്റെ ഹദീസ് ഒന്നുകൂടി പറയാൻ, മൻ തവാളഅ ലില്ലാഹ്, ആരെങ്കിലും വിനയം കാണിച്ചാൽ, ഞാൻ എല്ലാ സഹോദരങ്ങളും പറയാൻ, സഹോദരങ്ങളെ, കുടുംബത്തിൽ പ്രയാസങ്ങൾ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം, സഹോദരിമാർ പ്രത്യേകിച്ചും മുതിർന്ന ആണുങ്ങളൊക്കെ, ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അങ്ങാടിപ്പാട്ടാക്കരുത്. കുടുംബത്തിലെ എല്ലായിടത്തും പോയി പറയരുത്. അടുത്ത ചങ്ങാതിമാരുടെ എല്ലാവരോടും പോയി ഇത് പറയരുത്. നമ്മുടെ അടുത്ത ബന്ധുക്കളോട് എല്ലാവരോടും പോയി പറയരുത്, ഒരിക്കലും പറയരുത്. കാരണം നമ്മൾ ചിലപ്പം ആ പറയുന്നത് നമ്മളെ ഭാഗം ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താ ഫലം ഉണ്ടാകുക അറിയോ? ഫലം ഉണ്ടാകുക, നമ്മുടെ ഈ ദേഷ്യവും വാശിയും ഒക്കെ ചിലപ്പം ഒരാൾ സംസാരിച്ചാൽ തീരും. കാരണം ഖുർആൻ പറഞ്ഞ പോലെ, ആവർത്തിച്ചു പറഞ്ഞ പോലെ, ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുന്ന, നമ്മൾ മനസ്സ് മാത്രം ചേർന്നവരല്ല, നമ്മൾ മനസ്സും ശരീരവും സ്വർഗത്തിന് വേണ്ടി ഒന്നിച്ചവരാണ്. നമ്മൾക്ക് അല്ലാഹു നമ്മളിലൂടെ മക്കളെ നൽകിയവരാണ്. ഒരൊറ്റ വാചകം മതി അണച്ചു ചേർത്ത് പിടിക്കാൻ, ഒരൊറ്റ വാക്ക് മതി കവളത്തുമ്മ കൊടുക്കാൻ, ഒരൊറ്റ സംസാരം മതി മാപ്പ് കൊടുക്കാൻ രണ്ടുപേർക്കും. പക്ഷേ നമ്മൾ ഈ ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവരുടെ മനസ്സിൽ ബാക്കിയാകും. നമ്മൾ ഒന്നായാലും അവര് പറയും 2025 ഞങ്ങള് മദ്യം പറഞ്ഞ് ഒന്നായതാണ്, ഞങ്ങൾക്കറിയാലോ ഓലെ എന്ന് നാട്ടുകാര് പറയും, കുടുംബക്കാര് പറയും. ഓലെത്ര നന്നായാലും എത്ര വരെ നന്നാവുമെന്ന് നോക്കാലോ, ഞങ്ങൾ എത്രങ്ങാനും ഇടപെട്ടതാണ്. അതിനവസരം കൊടുക്കരുത്. മറിച്ച് വേണ്ടപ്പെട്ടവരോട്, പരിഹാരമുണ്ടാകും എന്നുറപ്പുള്ളവരോട് മാത്രം വിഷയം വളരെ ലളിതമായി പറയുക. പറയുമ്പോൾ ഈ കാര്യം മനസ്സിലുണ്ടാകുക, നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു വിഷയം മറ്റൊരാളോട് പരിഹരിക്കാൻ വേണ്ടി പറയുമ്പം നമ്മുടെ മനസ്സിന്റെ നീയത്ത് പ്രധാനാണ്. അല്ലാഹ് നോക്കും എന്താ നമ്മുടെ മനസ്സിലെ നീയത്ത്. പടച്ചോനെ, ഈ ഒരൊറ്റ സംസാരം കൊണ്ട് ഞാൻ മൗലവിനോട് പറയാൻ, പള്ളിക്കമ്മിറ്റിനോട് പറയാൻ, എന്റെ അക്കാക്കാനോട് പറയാൻ, എനിക്ക് ഏറ്റവും ആദരവുള്ള ഒരു കൂട്ടുകാരനോട് പറയാൻ, ആ പറച്ചിലൂടെ ഞങ്ങൾ തമ്മിൽ ഒന്നാകണം, ഞങ്ങൾക്കുള്ള പ്രയാസം നീങ്ങണം, ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവാന്മാരായി തിരിച്ചു വരണം എന്നതാണോ? അല്ല, ഇന്റെ ഭാഗത്താണ് 100% ശരി, നിങ്ങളെല്ലാരും വന്നിട്ട് ഓലവാത്ത തെറ്റ് എന്ന് പറയാനാണോ ഞാൻ മറ്റൊരാളുടെ പറയുന്നത്? സഹോദരങ്ങളെ, അവിടെ പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഖൈറിന് വേണ്ടി ഒരുമിക്കാൻ നമ്മൾ നിന്നാൽ, പ്രവാചകന്റെ വാക്ക് മൻ തവാളഅ ലില്ലാഹ്, ഒരാൾ അള്ളാഹുവിന് വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, കുടുംബം പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടായിട്ടും സാരല്ല, എന്റെ കൂടെയുള്ളവളല്ലേ, എന്റെ കൂടെയുള്ള അക്കാക്കല്ലേ എന്നതിൽ തവാദുഅ കാണിച്ചാൽ, വിനയം കാണിച്ചാൽ, റഫഅ അല്ലാഹു ദറജ, അയാളെ അല്ലാഹു അയാളുടെ സ്ഥാനം
പടച്ചോന്റെ വക്കിലേക്ക് ഉയർത്തും. ചില ഹദീസിൽ വന്ന വാക്കെന്തറിയോ? ഇല്ലീൻ, അമ്പിയാക്കന്മാരുടെ ദറജയിലേക്ക് പടച്ചോൻ അവളെ ഉയർത്തും. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കട്ടോ, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെ കുടുംബത്തിൽ ചെറിയ ഭാര്യ ഭർത്താക്കന്മാരെ വിഷയം പറയണേ, ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആളിക്കത്തിക്കാൻ 90% ആൾക്കാരുണ്ടാകും. അയിമ നമ്മൾ കാതും മനസ്സും കൊടുത്താൽ പിന്നെ കുടുംബം തിരിച്ചു കിട്ടൂല. എത്ര കുടുംബം ഉണ്ടാകും ചെറിയൊരു വർത്താനത്തും വന്ന് ആ ടൈമിലുള്ള വാശിക്ക് വർത്താനായിട്ട് ഞാൻ ഓളെ കൊണ്ടുപോക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പൂതിയാണ്, എന്താ അറിയോ, തിരിച്ചു വരാൻ. കുട്ടി ചോദിക്കാണ് ഉമ്മ എവിടെ, അവനാനും ആഗ്രഹാണ്. അപ്പോഴേക്കും നാട്ടാരേറ്റെടുത്തും, കുടുംബക്കാരേറ്റെടുത്തു, അളിയന്മാരേറ്റെടുത്തു, അമ്മമാരേറ്റെടുത്തു, ഖത്തീബ് ഏറ്റെടുത്തു, മഹല്ലേറ്റെടുത്തു. പിന്നെ അവരാഗ്രഹിച്ചാലും ഒന്നിച്ചിക്കാൻ സമ്മതിക്കൂല. അവിടേക്ക് എത്തിക്കരുത്, ഒരിക്കലും എത്തിക്കരുത്. കാരണം നമ്മളിൽ പലരും ആളിക്കത്തിക്കാൻ ശ്രമിക്കും. താഴണ്ടട്ടോ, പിന്നെ തലീന്നിറങ്ങൂല. എടി മോ പറയണ മുഴുവൻ കേൾക്കാൻ നിൽക്കട്ടോ, വില ഉണ്ടാവൂല. അന്റെ വാത്തല്ലേ ശരി, താന്നാ മരിക്കും വരെ താന്നോണ്ടിക്കണ്ടിട്ടോ. ഇത് പറയും. ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? ഇന്നമാ യുരീദു ശൈത്വാൻ, ശൈത്താന്റെ ഉദ്ദേശം ശൈത്താനാണ് ശത്രുതയും വിദ്വേഷം ഉണ്ടാക്കാണ്ടാകുക. ആ പണിയെടുക്കണ എല്ലാവരും ശൈത്താന്റെ വാക്കിയാണ്. അവിടെ എന്നാൽ പരിഹരിക്കണ പ്രശ്നം ഉണ്ടാവും. വീണ്ടും പറയാൻ, പ്രശ്നം പരിഹരിക്കണം, ഒന്നാകണം എന്ന നീയത്തിലാണോ ചർച്ചയും പരസ്പരമുള്ള ധാരണയും സിറ്റിംഗും നടക്കുന്നത്? അത് ദീനാണ്. അല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, അന്റെ ഭാഗത്ത് കുറച്ച് പറയാണ്ട്, അന്റെ അമ്മാന്റെ കുറച്ച് പറയാണ്ട്, അത് ദീനല്ല. ഏത് മൗലവി പറഞ്ഞാലും ദീനല്ല. അത് ഏത് ഹോജ വന്നാലും താടി വെച്ചാലും താടില്ലെങ്കിൽ ദീനല്ല. മസ്ലഹത്ത് കമ്മിറ്റിയാണെങ്കിൽ ദീനല്ല. ഇസ്ലാമിൽ ത്വലാഖിന്റെ അർത്ഥം തടഞ്ഞോളെ, ത്വലാഖിന്റെ അർത്ഥം തല്ലിപ്പിരിയാന്നല്ല, രഞ്ജിപ്പോടുകൂടി അണച്ചു ചേർത്ത് പിരിയാന്നാണ്. അതെന്താ നമ്മൾ നാട്ടിൽ നടക്കാത്തറിയോ? ഈ തുടക്കം നടക്കാത്തതുകൊണ്ടാണ്. അഭിപ്രായ ഭിന്നതുണ്ടോ, പരസ്പരം ചർച്ച ചെയ്ത് ഇനി കഴിയില്ല എന്നത് കണ്ണുനീരോടുകൂടി പിരിഞ്ഞ ഇസ്ലാമിൽ ത്വലാഖ് അറിയാം. ആ ഭാഗത്തെ പറ്റി പറയല്ല. അവിടേക്ക് എത്തണമെങ്കിൽ ചർച്ച പോലും ദീനിയാകണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ വിഷയത്തിന്റെ പേരിൽ മിണ്ടാതെ സംസാരിക്കാതെ, വീട്ടിലത്തെ കാര്യം പുറത്തറിയിക്കാതെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത, പുറത്തറിയിക്കാതെ എന്ന് പറഞ്ഞത് പരിഹരിക്കാൻ പോലും ശ്രമിക്കാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞ് ജീവിക്കണ്ടല്ലോ. മക്കൾ ആ വീട്ടിൽ വളർന്നുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ഫോൺ എടുത്താണ്ട് സ്കൂളിൽ നിന്നൊരു കാര്യം ഇങ്ങനെ പറയുമ്പം, ഉമ്മച്ചേങ്ങക്കിന്റെ യൂണിഫോം തിരുമ്പി തന്നൂടെ എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ മോനെങ്ങനെ വിളിച്ചു, മോനെ ആർക്കായി വിളിച്ച്? ഉമ്മാക്ക്. ഞാൻ ഉമ്മമാരും വാപ്പാരും കേൾക്കാനാണ്. നമ്മൾ ചിന്തിക്കണതിനപ്പുറം ഒരു കാര്യം കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കൊരാൾക്ക് പറഞ്ഞു തരണ്ടേ? എന്തേ മോനെ ഈ ഉമ്മാനോട് അങ്ങനെ പറഞ്ഞത്? ഉമ്മ വാക്കെന്തറിയോ? എന്റെ വാപ്പോരോടുത്തു, എന്റെ ഉമ്മോരോടുത്തുമാണ്. ത്വലാഖയിക്കണോ? ഇല്ല, തെറ്റിപ്പോയിക്കാണ്. എത്രയും നരസങ്ങളെ അവന്റെ ജീവിതത്തിലെ 4ാമത്തെ കൊല്ലം ബാപ്പ ഒരു ഭാഗത്തേക്ക് ജോലിക്കാരന് പോയിക്ക, തെറ്റിയിട്ട് പോയിക്ക, ഉമ്മാന്റെ വരിക്കും പോയിക്ക. അവൻ എവിടെ ഉള്ളയോ? അവൻ തറവാട്ടിൽ വല്യമ്മാനും വല്യാപ്പാന്റെ ഒപ്പം. എന്നിട്ട് ആ 8ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മാക്ക് പോകാൻ വിളിക്കും, ഉമ്മച്ചിയെ ഇന്റെ യൂണിഫോം വരെ ഞാനാ തിരുമ്പണ്, ഉമ്മമ്മാനെ കൊണ്ട് തിരുമ്മാൻ വയ്യ, കയ്യിന്റെ ഉള്ളിൽ പഴുപ്പന്നിട്ട് നിങ്ങൾക്കൊന്ന് തിരുമ്പി തന്നൂടമ്മ. ഓൻ ആജ്ഞാപിക്കല്ല, കരഞ്ഞോണ്ട് ചോദിക്കാണ്. അതിന് ഉമ്മാന്റെ മറുപടി എന്താ അറിയോ? അന്നോടാരാ വല്യാപ്പാന്റെയും വല്യമ്മാന്റെ ഒപ്പം നിൽക്കാൻ പറഞ്ഞ്, ഇന്റെ ഇങ്ങോട്ട് വന്നാൽ അനക്ക് ഞാൻ തിരുമ്പിത്തരല് മാത്രല്ലല്ലോ, ഇസ്തിരിട്ട് തരുമല്ലോ, ഈ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ആ കുട്ടിനോട് ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചു, എന്താ മോനെ ബാപ്പിമേ നമ്മളെ പ്രശ്നം? അതിന് അവന്റെ മറുപടിയാണ്. ഓരോ കുട്ടികളും അതാണ് പറയണത്. ഞാൻ ഞെട്ടിക്കേൾക്കാണ്. ആ കുട്ടിന്റെ വാക്കെന്തറിയോ? ബാപ്പമ്മാന്റെ കുറെ കുറ്റം പറയുന്നുണ്ട് മൗലവി മാഷേ, ഇമ്മ കുറെ വാപ്പാന്റെ കാരണം പറയുന്നുണ്ട്. എനിക്ക് രണ്ടും ഞാൻ കേട്ടുകണ്. എനിക്ക് രണ്ടായാലും, ഉമ്മ ചെയ്താലും ബാപ്പ ചെയ്താലും എനിക്കിന്റെ വാപ്പാനും ഇമ്മാനും വേണം. ഞാൻ എന്താ ചെയ്യണ്? അറിയ സുഹങ്ങളെ, ഹോസ്റ്റലിൽ നിന്ന് വീട്ടിക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിയാത്ത കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ നാളെ പരലോത്ത് വരും. ഉമ്മാരും ബാപ്പാരും ആലോചിക്കണം. അവനാന്റെ വാശി ഈഗോ പുറത്തിങ്ങനെ വെക്കും. ഒപ്പുണ്ടാവൂല കുറെ ആൾക്കാര്, ഓലെ ഈഗോ വെച്ചറിയിക്കും. ഈ കുട്ടി കരഞ്ഞ കണ്ണുനീരിന് എവിടെ കൊണ്ടുപോയിട്ട് കഴുകും? എത്ര കുട്ടികളുടെ ശാപപ്രാർത്ഥന വാപ്പാക്കുമ്പോൾ കിട്ടുണ്ടറിയോ?
അവരുടെ യുവത്വ കാലഘട്ടം എന്താ നശിപ്പിച്ചിന്. സ്കൂളിലൊരു സ്പോർട്സ് നടക്കുമ്പോഴേ ബാക്കിയുള്ള കുട്ടികൾക്ക് 1ാം സമ്മാനം വാങ്ങിയിട്ട് ബാപ്പാനെ കൊണ്ട് കൊടുപ്പിക്കും. നിങ്ങൾക്ക് അറിയാം നിങ്ങളെ, ബാപ്പാനെ കൊണ്ട് കൊടുപ്പിക്കും. 3ാം സമ്മാനം കിട്ടിയോ അങ്ങനെ നോക്കും. ബാപ്പിയും വരാല്ല അമ്മയും വരാല്ല. ഓന് ബാപ്പിയും ഇല്ലാത്തോണ്ട് അല്ല, ഓല് തെറ്റിയത്. ടൂറോയോടുന്ന് കച്ചറുണ്ടാക്കി ഓല് തെറ്റി. ചെറിയ ചെറിയ വിഷയം പറഞ്ഞിട്ട് ഓല് തെറ്റി. പണ്ടും വിറ്റീന്റെ പേരിൽ ഓല് തെറ്റി. ഈ കുട്ടികൾ എന്താണ് ഈ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അവരങ്ങനെ ജീവിക്കുക? പടച്ചോന്റെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറയുന്നത് വളരെ ലളിതമായി പറയാൻ, അള്ള തന്ന ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബജീവിതം. പോരായ്മകൾ ഉണ്ടാകും, അള്ള പറഞ്ഞുണ്ടാകും. അവിടെ നമ്മൾ ക്ഷമിച്ചാലും നമ്മൾ ഉൾക്കൊണ്ടാലും മെല്ലെ പരിഹരിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞ ഹദീസ്, നമ്മൾ ഈ ആരാധന നിസ്കാരം നോമ്പൊക്കെ എടുക്കൂലേ, സഹോദരിമാര് കൂടി കേൾക്കുക, വാപ്പാര് നമ്മൾ കേൾക്കുക. അലാ ഉഖ്ബിറുക്കും, നബി പറയാൻ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബി അഫ്ളലി മിൻ ദറജത്തി സ്വലാത്ത് വസ്സിയാം വസ്സദഖ, നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ സ്വദഖയേക്കാൾ കൂലി കിട്ടുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു, സഹാബാക്കൾ, ബല റസൂൽ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ സ്വദഖ, ലോകത്തെ ഏറ്റവും പുണ്യമുള്ള 3 കാര്യം, ഈ 3 കാര്യത്തിനേക്കാളും കൂലിയുള്ള ഒരു കാര്യോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, തമ്മിൽ അകന്നു നിൽക്കുന്നവർക്കിടയിൽ ഒന്നിപ്പിക്കുക. അത് മൗലവിക്ക് കഴിയെങ്കിൽ എങ്ങനെ പരസ്പരം വർത്താനം പറഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കുടുംബത്തിൽ ഏറ്റവും കാരണവരായ ഒരാളാണെങ്കിൽ അങ്ങനെ, ആർക്കാണോ പറ്റുന്നത്. ഇനി സ്വന്തം ഞാൻ സാരല്ല, അത് ഇൻഷാ അല്ലാഹ് നമ്മളെ കുടുംബല്ലേ, കുടുംബം തെറ്റുന്നില്ല, ഇവരെ സ്വയം പരിഹരിക്കാണോ? നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ സ്വതക്കനേക്കാളും വലിയ കൂലിയാണ്, സ്വർഗം കിട്ടാനുള്ള കാര്യമാണ്. അടുത്ത വാചകാണ് ശ്രദ്ധിക്കേണ്ടി. കുട്ടിയാളെ മനസ്സ് കരുതിയിട്ടും ദാമ്പത്യം മനസ്സ് കരുതിയിട്ടും നബിന്റെ ഈ വാക്കെന്ന് കേൾക്കുക, ഫഇന്നൽ ഫസാദു ദാത്തൽ ബൈൻ, അതില്ലാതെയായി കുടുംബത്തിൽ ഫിത്തനയായി ഉണ്ടായാൽ, വഹിയൽ ഹാലിഖ, അത് നിങ്ങളെ തുടച്ച് കളി. അവനാന്റെ അഡ്രസ് പോക്കും, പേരന്റെ പേര് പോകും, ഉമ്മ എന്നുള്ള അഡ്രസ് പോകും, വാപ്പ എന്നുള്ള അഡ്രസ് പോകും. ആ വീട് നരക തുല്യമായി തീരും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. കല്യാണം കഴിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. ഇതിലേക്ക് ശൈത്താൻ നമ്മൾ എങ്ങനെ എത്തിക്കറിഞ്ഞോളെ, നമുക്കിടയിൽ എങ്ങനെ ഫിത്തന ഉണ്ടാക്കറിയോ? ശൈത്താന്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസാണ്. ആയത്ത് നമ്മൾ ഓതി, ശൈത്താൻ എങ്ങനെ ഉണ്ടാക്കറിയോ? അതാണ് ഇതിന്റെ 2ാമത്തെ ഭാഗം. നമ്മുടെ ഇണകളെ കുറിച്ച്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ച്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച്, നമ്മുടെ ഇണകളിലുള്ള പോരായ്മകളെ ശൈത്താൻ പ്രൊജക്ട് ചെയ്ത് മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അല്ലേ? നമ്മൾ അള്ള എങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ അറിയോ? നമ്മൾ എങ്ങനെ അള്ള സൃഷ്ടിച്ചെന്നറിയോ? 80% നന്മണ്ട് നമ്മളിലൊക്കെ, അൽഹംദുലില്ലാ. 20% പോരായ്മ നമ്മളിലുണ്ട്. നബിമാരല്ലാത്ത മുഴുവൻ മനുഷ്യന്മാരിലും, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വിശ്വാസികളായ നമ്മളോട്, കുല്ലു ബനി ആദം ഖത്താ, ആദമിന്റെ മുഴുവൻ മക്കളും, അമ്പിയാക്കന്മാരല്ലാത്ത മുഴുവൻ ആൾക്കാരും തെറ്റ് ചെയ്യുന്ന മനസ്സുള്ളവരാണ്. നമ്മളേക്കലൊക്കെ തെറ്റുണ്ടാവും. ഇനി അള്ളാഹ് നമ്മോട് പറഞ്ഞ വാക്കെന്തറിയോ? ആ തെറ്റുകളുള്ള 20% പോരായ്മയും 80% നന്മയുമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അതേ 80% നന്മയും 20% പോരായ്മയുമുള്ള മനുഷ്യരിൽപ്പെട്ട ഇണകളെയാണ് നിങ്ങൾക്ക് തന്നത്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവും ജിന്നല്ല, മലക്കല്ല, നമ്മളെപ്പോലെ മനുഷ്യന്മാരെ. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, മിൻ അൻഫുസിക്കും, നിങ്ങളിൽപ്പെട്ട, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അതേ മനുഷ്യന്മാരാണ് ഇണകളാക്കി തന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള അതേ പോരായ്മ അവർക്കുണ്ടാവും. എവിടെ വ്യത്യാസം അറിഞ്ഞോങ്ങളെ? കുടുംബജീവിതം ഹൈറായി കൊണ്ടുപോകണോലേ, അവനവന്റെ ഇണകളുടെ നന്മയെക്കുറിച്ച് ആലോചിക്കും. എവിടെയാ കുടുംബജീവിതം പൊട്ടാന്നറിയോ? ശൈത്താൻ എവിടെയാ കളിക്കാന്നറിയോ? നമ്മുടെ ഇണയുടെ 20% പോരായ്മ നമ്മുടെ മനസ്സിൽ പർവ്വതീകരിച്ച് ഇങ്ങനെ കാണിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാ നിൽക്കണമെന്ന് പറയട്ടോ. നമ്മളെ കയ്യിൽ എല്ലാവരും മനസ്സിൽ കരുതുക, നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ തരികയാണ്. ഒരാൾ പേപ്പർ, ഒരു പണ്ഡിതൻ പേപ്പർ എന്നിട്ട് നമ്മോട് പറയണം, അവനവന്റെ സ്വന്തം ഭാര്യമാരാണ് ഈ ഭർത്താക്കന്മാരുടെ നന്മകളൊന്ന് 5 മിനിറ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞു. ആ നന്മകൾ 5 മിനിറ്റ്, 4-5 സെന്റൻസ് കഴിഞ്ഞാൽ നിൽക്കും.
അങ്ങനെ എഴുതാനൊന്നുമില്ല, കഴിഞ്ഞു. അടുത്തത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവനവന്റെ ഇണയുടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ഇഷ്ടമില്ലാത്ത പോരായ്മകൾ എഴുതാൻ പറഞ്ഞ കൊണ്ട് 2 പുറം നിറഞ്ഞിട്ട് പിന്നെ വയ്ക്കും എക്സ്ട്രാ പേപ്പർ ഉണ്ടോ. അതന്നെ പ്രശ്നം, അതാ പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയോ? മനസ്സിൽ ശൈത്വാൻ ഉണ്ടാക്കി തന്ന ചിന്തയാണ്. സ്വന്തം ഇണയെക്കുറിച്ചുള്ള മോശപ്പെട്ട കാര്യങ്ങളോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഖുർആന്റെ വാക്കെന്താണ് ആ വിഷയത്തിൽ? നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ പടച്ചോൻ അതിലാകട്ടെ അതിന്റെ പുറത്താകട്ടെ നാഥൻ ഒരുപാട് ഖൈർ വെച്ചിട്ടുണ്ടാവും. ഒരു കാര്യം നമുക്ക് ഉറപ്പല്ലേ, എത്ര ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു സഹോദരങ്ങളെ, നമ്മുടെ ഇണയെക്കുറിച്ച് ഭാര്യമാരെ കുറിച്ച് നമുക്ക് ചില പരാതികൾ ഉണ്ടെന്ന് വെച്ചോളി, അത് പതിയെ പതിയെ നമ്മൾ ശരിയാക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പല്ലേ, നമുക്കൊരു കാര്യം ഉറപ്പാണ്. സ്വന്തം ജനിച്ച നാടും വീടും ബാപ്പാനും ഉമ്മാനും ആങ്ങളമാരും ചങ്ങായിമാരും മുഴുവനും ഒഴിവാക്കി നമ്മുടെ കൂടെ ഇറങ്ങി വന്നോളല്ലേ ഓള്. നമുക്ക് അങ്ങനെ ഒരു ദിവസം ജീവിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞ ജീവിച്ചാൽ തന്നെ അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാണോ? നമ്മുടെ സഹോദരനെ ബാപ്പിമ്മി ഹജ്ജിനോയി, ഹജ്ജിന് 1 മാസം ഏകദേശം 1.25 മാസം ഉണ്ടാവുമല്ലോ. ഹജ്ജിന് പോയിട്ട് 5ാമത്തെ ദിവസം അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്നാണ്ട് ബാപ്പിമ്മിൻ പോയി. ഒരു ശൂന്യത പോലെ, ഒരു സുഖല്ല. പെരീക്കരുമ്പം ബാപ്പിമില്ലാഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ കൈയൊടിച്ചാണ്, നിക്കാക്ക എനിക്കാ ശൂന്യത ശരിക്കറിയാം, പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 8 കൊല്ലം മുന്നേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും ഇതേപോലെ എന്റെ വാപ്പിന്റെ അമ്മിന്റെ ആങ്ങളമാരിന്റെ കുടുംബക്കാരെ മുഴുവനും ഇതുപോലെ ഞാൻ പറഞ്ഞയച്ചിട്ട് പോന്നതല്ലേ, പക്ഷെ എന്റെ സന്തോഷം എന്താ അറിയോ? നിങ്ങളൊപ്പാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകാനാണ് ഞാൻ പോന്നത് എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം പോരെ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വന്നവളെ നമ്മൾ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ ആരാ സ്നേഹിക്കുക? ഞാൻ ഓരോ തവണയും പള്ളികളിൽ നമ്മളോട് പറയലോ, കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് പൈസ പിരിക്കുമ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കണം സോങ്ങളെ, എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ കിഡ്നി മാറ്റിവെക്കുന്ന നാട്ടിൽ പൈസ പിരിക്കാൻ നടക്കുള്ളൂ. കിഡ്നി ആരാ കൊടുക്കുക? ഭർത്താക്കന്മാരെ നമുക്കാരാ കിഡ്നി തരിക? ചങ്ങായിമാരോ? ഞാൻ എന്റെ പെണ്ടാവട ഓനോ? ആരാ നമ്മൾ തരിക? ഏട്ടനോ അനിയനോ? ആരാ തരിക? നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മളുടേത് സമാനമാണെങ്കിൽ ലോകത്ത് 2 ആൾക്കാർ ചോദ്യോത്തരം കൂടി ഇല്ലാതെ എഴുതി ഒപ്പിട്ടരും. ഒന്ന് നമ്മളെ അമ്മച്ചിയാണ്, 2 നമ്മളെ ഭാര്യയാണ്. നമുക്കൊരു അസുഖം വന്നാൽ കിഡ്നി മുറിച്ചു തരുന്ന കിഡ്നി നമ്മൾക്കായി ദാനം ചെയ്യുന്നവളാണ് അവൾ. അത് പോരെ കൂട്ടരെ നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ. ഇത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദീൻ പറയുന്നത്. ശൈത്താൻ എന്താ പറഞ്ഞറിയോ? എന്നാലും ഇജ് പറയുമ്പോ ഇടക്കിടക്ക് കേൾക്കാതെക്കണില്ലേ, ഇന്നാലും അന്നെ ചിലപ്പോ മൈൻഡ് ചെയ്യാതെക്കണില്ലേ, ഇന്നാലും ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തതില്ലേ. നമ്മൾ ആരെ കൂടിയാ നിൽക്കുന്ന കൂട്ടരെ? അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കണ്ടേ, ദാമ്പത്യം അള്ള പറഞ്ഞ പോലെ ജീവിക്കണം. സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാർത്തിയാളും പെരയിലെ ചില ആൾക്കാരും പറയും, ഇക്കാക്ക പോരല്ലേ, മൂപ്പര് ചില കാര്യത്തിൽ ഷാഡ്യാണില്ലേ. നമ്മൾ തിരുത്തണം, ഒരു സംശയമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു സാധാരണ സഹോദരിയായ ഇടത്തു നിന്ന് ലോകത്തള്ളിം റസൂലും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആദരവ് ആർക്കാണ്? ഉമ്മാക്കാണ്. ആ ഉമ്മ എന്നുള്ള പദവിക്ക് വേണ്ടി അള്ള നിങ്ങളിൽ തെരഞ്ഞെടുത്ത നിഅമത്തിന്റെ പേരാണ് നിങ്ങളെക്കാക്ക. അറിയോ, ലോകത്തൊരുമ്മയുടെ ജീവിതത്തിൽ, ഒരു സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടവും ആദരവും എന്താ അറിയോ? ഒരു കുട്ടി ഉണ്ടാകുക, ആ കുട്ടി ഉമ്മച്ചേന്ന് വിളിക്കുക. ആ ഉമ്മച്ചേ എന്നൊരു കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ പേരാണ് നിങ്ങളെക്കാക്ക. അത് പോരെ സഹോദരിമാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ, അത് പോരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, അത് പോരെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ. അത് മനസ്സിൽ ഉണ്ടാകലാണ് ദീന് കൊണ്ട്. അതാണ് അള്ളാഹ് പറയുന്നത്. അവിടെ പ്രവാചകന്റെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ. പ്രവാചകന്റെ വാക്ക്, വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്ക്, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം അറിയണം, ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിനും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ വെറുപ്പിക്കരുത്. കുടുംബജീവിതത്തിൽ കെട്ടിക്കൊണ്ടെന്നാണ്ട് ചടപ്പിക്കരുത്, കുറ്റം പറഞ്ഞ് ജീവിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ, ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് പ്രയാസകരമായിട്ട് അവളിൽ തോന്നുകയാണെങ്കിൽ, അദ്ദേഹത്തിൽ തോന്നുകയാണെങ്കിൽ, റളിയ മിൻഹാ ഗൈറു, മറ്റൊരു സ്വഭാവം അള്ളാഹു നല്ലതാക്കി തരും.
ഉറപ്പാണ്. ബാപ്പാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയതും ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയതും നമ്മുടെ ഇണകളിലൂടെയാണെങ്കിൽ അത് മതി സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ താലോലിക്കാൻ. ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന എത്രയോ സഹോദരങ്ങൾ അവർ ജീവിക്കുന്നത് ഭാര്യമാരെ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണെങ്കിൽ അതുപോലെ അവരെ ജീവിതത്തിൽ താലോലിക്കാനും സ്നേഹിക്കാനും പറഞ്ഞത് നമ്മുടെ കുടുംബം പൊട്ടാതെ, നമ്മുടെ കുടുംബം ഛിദ്രതയില്ലാതെ, നമ്മുടെ മക്കൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ മുന്നിൽ നിൽക്കണം. നമ്മൾ വിനയം കാണിക്കണം. നമ്മൾ തവാദു ഉണ്ടാകണം. നമ്മൾ ഖൈറ് ചിന്തിക്കണം. ഷർറ് ചിന്തിക്കാൻ ശൈത്താൻ പറയും. പോരായ്മകൾ ശൈത്താൻ ചൂണ്ടിക്കാണിച്ചു തരും. അതിന് പറ്റിയ 4-5 ആൾക്കാരെ കുടുംബത്തിലും നാട്ടിലും കാണിച്ചു തരും. അവർക്ക് തലവെക്കരുത്, അവർക്ക് തലവെക്കരുത്. പ്രവാചകന്റെ ഹദീസ് എത്ര ഗൗരവം അറിയോ? ഇന്ന ശൈത്വാന യഇസ്, ശൈത്താൻ നിരാശനായി. എപ്പെന്നറിയോ? അയ്യഅബുദഹു അൽ മുസല്ലൂന ഫീ ജസീറത്തുൽ അറബ്, മുസ്ലിമീങ്ങളായ ആൾക്കാരെ മുഴുവനും ശൈത്വാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ശൈത്വാൻ പ്രേരിപ്പിച്ചു. പക്ഷെ ശൈത്വാനെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല മുസ്ലിമീങ്ങൾ, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ അതേ ശൈത്വാൻ വലാകിൻ, പക്ഷെ ശൈത്താൻ സന്തോഷിച്ചു. തൗഹീദിൽ നിരാശ വന്ന ശൈത്താൻ എവിടെയാ സന്തോഷിച്ചറിയോ? ഫിത്തഹരീശി ബൈനഹും, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും വിശ്വാസികൾക്കിടയിലും ഛിദ്രതയുണ്ടാക്കുക വഴി അവരുടെ ജീവിതത്തിൽ നരകത്തിലേക്ക് എത്തിക്കുന്ന വിഷയത്തിൽ ശൈത്വാൻ വിജയിച്ചു. അതിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, കുടുംബത്തില് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പ്രശ്നം ഉണ്ടാകുക. അത് പിന്നെ ആളിക്കത്തിക്കൽ ശൈത്താനും അതിനെ പറ്റിയ അനുയായികളാണ്. അതിൽ നിൽക്കരുത് നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. ലോകത്ത് ഒരാൾക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം കുടുംബജീവിതത്തിൽ കൊണ്ടുവരരുത്. നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ ഇണകളുടെ മേലിലും കൊണ്ടുവരരുത്. സഹോദരിമാര് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഇക്കാക്കാന്റെ മേലിലും കൊണ്ടുവരരുത്. ഇതിലേറ്റവും പ്രധാനം എന്താ അറിയോ? ഈ ഫുൾ ടൈം താരതമ്യപ്പെടുത്തി കുറ്റം പറയാന്ന് പറഞ്ഞ സംഗതി ലോകത്തൊരാൾക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടല്ല, നിങ്ങൾക്കും ഇഷ്ടമല്ല. നമ്മക്കിഷ്ടമല്ലാത്തത് നമ്മുടെ ഇണകൾക്കും ഇഷ്ടമല്ല. ഭാര്യമാരെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഇഷ്ടമല്ല. ഇപ്പൊ നമ്മളെ കുട്ടികളെ നമ്മളൊന്നിട്ട് ഒരൊറ്റ വട്ടം ചോദിക്കും, ഒറ്റ വട്ടം, ബാപ്പാ നിനക്ക് എന്താ എന്റെ കൂട്ടുകാരൻ അഹമ്മദിന്റെ കപ്പാന്റെ മാതിരി ആയാൽ ആ ചോദ്യം നമ്മൾ മറക്കുവോ? ഞാൻ ചോദിക്കാം, ആ ചോദ്യം നമ്മൾ മറക്കുവോ? പുറത്തെടുത്തേക്കാം, പക്ഷെ മറക്കുവോ? എന്തുകൊണ്ടാണ്? ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് നമുക്ക് മറ്റൊരാളുമായിട്ട് നമ്മളെ തൊല്ലപ്പെടുന്നത്. അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. സഹോദരിമാര് ശ്രദ്ധിക്കണം. സഹോദരങ്ങളും ഒരിക്കൽ പോലും ഇക്കാക്കാണ്ട് എന്റെ കൂട്ടുകാരത്തിയാക്കൊക്കെ ഭയങ്കര ഗംഭീര ലൈഫാണ്, എന്റെ ഇങ്ങനെ ആയല്ലോ. എന്റെ ഏട്ടത്തിന്റെ അഞ്ചത്തിന്റെ ഒക്കെ പേരുണ്ടില്ലേ, ഓലൊക്കെ ഏട്ടന്മാരും ഓലൊക്കെ ഭർത്താക്കന്മാരും ഗൾഫിൽ പോയിട്ട് 4 കൊല്ലം കൊണ്ട് വീടുണ്ടാക്കി വണ്ടിണ്ടാക്കി, നിങ്ങൾ ഇങ്ങനെ നടന്നോളി. സോ അങ്ങനെയൊക്കെ ഒരു വാചകം പറഞ്ഞാൽ നാവ് മാത്രം മതി നരകത്ത് പോകാൻ. അങ്ങനെ ഒരു മനുഷ്യനോട് പറയരുത്. അങ്ങനെ ഒരു മനുഷ്യനോട് പറയരുത്. ഒരാളെയും തുലനപ്പെടുത്തരുത്. ഇക്കാക്ക നിങ്ങൾക്ക് അയാളെ പോലെ ആയിക്കൂടെ, ആ കച്ചവടം നിങ്ങൾക്ക് നടത്തിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടെ, നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നടന്നോളി, പറയരുത്. നിർദ്ദേശങ്ങൾ കൊടുക്കുക, കൂടെ നിൽക്കുക. ഒരിക്കൽ പോലും ഒരാളെയും തുലനപ്പെടുത്തരുത്. ആ തുലനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആക്ഷേപങ്ങൾ വരും. സഹോദരിമാരെ, സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, മറന്നു. എന്താ മറന്നാ ചെയ്യേണ്ടി? അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. മറന്നാ എന്താ ചെയ്യാറ്? നിങ്ങൾ മറക്കും. അടുത്ത വാചകം എന്താ അറിയോ? നിങ്ങൾ മറക്കും. നിങ്ങളെ അമ്മ പറയുകയാണെങ്കിൽ മറക്കൂലല്ലോ, അടുത്ത വാചകമാണത്. നിങ്ങൾ പെങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മറക്കൂലല്ലോ. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ചെങ്ങായിന്റെ ഫോണിൽ നിന്നാണ് വിടാം, എന്നാ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾ മറക്കണത്. അങ്ങനെ ഒരു വാചകം പറഞ്ഞതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ എന്താണ് സത്യത്തിൽ ഉദ്ദേശിച്ചത്? നാളെ മുതൽ കാക്ക എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്ന കഴിയൂല. സഹോദരങ്ങളെ, നമ്മുടെ സംസാരത്തിൽ അങ്ങനെ വരരുത്, ഒരിക്കലും വരരുത്. ഏതെങ്കിലും ഡേറ്റ് മറന്നാൽ എന്റെ പെരക്കാരെ കല്യാണം മറക്കൂലല്ലോ, അതെനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്റെ വീട്ടിലത്തെ മുടി അളിയിച്ചാൽ എനിക്ക് മാറൂലല്ലോ, ഇവിടുത്തെ മാത്രമാണ് എനിക്ക് മാറുന്നത്. എന്റെ വാപ്പി ആങ്ങളമാരൊരു കാര്യം പറഞ്ഞ അതിങ്ങനെ എല്ലാ ആഴ്ച ഇന്നോട് പറയലോ, ഇവിടുത്തെ വാപ്പിമ്മൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ മറക്കാണല്ലോ. ഈ തുലനപ്പെടുത്തൽ എത്ര കാലം നമ്മുടെ വീട്ടിലേക്കുണ്ടോ അത്രയും കാലം ആ വീട്ടില്
നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, അവിടെ വരുന്ന മക്കളുടെ ജീവിതത്തിൽ നല്ലൊരു വാപ്പാനും ഇമ്മാനും കാണൂല. ഇത് നമ്മൾ നിർത്തണം, ഈ സംഗതി നിർത്തണം, കാര്യം പറയണം. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, ഒരു സാധനം വാങ്ങണ ഒരു ഇക്കാക്ക മറന്നു, ഒരു സഹോദരിക്ക് എത്ര ലളിതമായിട്ട് കാക്കങ്ങൾ മറന്നോ, ആ സാരല്ല ഇൻഷാ അല്ലാഹ് ഞാൻ കുട്ടിനെ പറഞ്ഞേക്കാം. പക്ഷെ അവിടെ എന്താണ് ഒരു പുരുഷന്റെ മനസ്സിലുണ്ടാറിയോ, ഞാൻ അസറിന് കൊണ്ടുവന്നാ മതിയോ, അല്ല സാരല്ല ഇപ്പൊ കിട്ടേണ്ടി വരും, സാരല്ല കേട്ടോ കാക്ക ഞാൻ കുട്ടിനെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഞാൻ കടിയിൽ നിന്ന് വിളിച്ചറിയാം ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും കൊണ്ടുവരാവോ. ഒരു പരിഹാരമാവും, ഒരു കാക്കാന്റെ മനസ്സിലൊരു ചിന്തയായി വരും. അടുത്ത പ്രാവശ്യം ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞാൻ മറന്നിക്കണല്ലോ എന്ന് വരും. തുലനപ്പെടുത്തിയ കഴിയൂല സഹോദരങ്ങളെ, ഒരാൾക്കും സഹോദരങ്ങളെ നമ്മൾ നമ്മളെ ഭാര്യമാരെ ഒരാളുമായിട്ട് തുലനപ്പെടുത്തരുത്. തുലനപ്പെടുത്തി ആക്ഷേപിച്ചാൽ നമ്മളെ വീട് വൃത്തിയായിട്ടില്ലെങ്കിൽ, നമ്മളെപ്പോഴും പുരുഷന്മാർ ശ്രദ്ധിക്കണം, എന്താ അറിയോ, വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ പറയും എന്താ അതിങ്ങനെ അലങ്കോലായിട്ട് കിടക്കണത്. ഭക്ഷണം ശരിയായിട്ടില്ലെങ്കിൽ ഇത് എവിടേക്ക് നോക്കിയിട്ടാ ഫുഡ് വെച്ചത്, തിരുമ്പിയത് ശരിയായിട്ടില്ലെങ്കിൽ, ഇസ്തിരിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് എത്ര കൊല്ലായി തിരുമ്പാനും ഇസ്തിരിടാനും തുടങ്ങിയിട്ട്, എനിക്കൊന്ന് നല്ല പോലെ ഇട്ടൂടെ. ആക്ഷേപം മാത്രം വീട്ടിൽ നിന്ന് കേൾക്കുകയാണ്. വീട് നന്നായാൽ അൽഹംദുലില്ലാഹ് ഉഷാറായല്ലോ എന്നൊരു വാചകം പറയുന്നത് മാനക്കേടാക്കി ഇപ്പോഴുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താ ദിവസങ്ങളെ, വെറുതെ കുമ്പിടുകയാണ്, വെറുതെ. അതാ വീണ്ടും പറഞ്ഞേ, അങ്ങാടിന്ന് ദീനിക്ക് വരാതെ ഈ പറഞ്ഞൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങാടിന്ന് ദീനിക്ക് വരാതെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്റെ ഭാര്യ കുറ്റം കേൾക്കാൻ വേണ്ടി മാത്രം നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയ അൽഹംദുലില്ലാഹ് ഹൈറയിക്കണല്ലോ എന്ന് പറഞ്ഞാൽ ഓള് തലയിൽ കയറും. എന്നാലോ മോശമായ എവിടേക്ക് നോക്കിയിട്ടാ ഫുഡ് ഉണ്ടാക്കി അത് പറയാം. ഇത് മാറണം, ഈ സ്വഭാവം നമ്മളിൽ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് സ്വർഗം കിട്ടുന്ന ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞ ഹദീസ് എന്തൊരു അത്ഭുതാറിസങ്ങളെ, ഇത് സഹോദരങ്ങൾക്കും ബാധകമാണ്. പ്രവാചകൻ അതിൽ പറഞ്ഞ ഹദീസിന്റെ തുടക്കം പറയാൻ നമ്മുടെ ഈ വിഷയത്തിന്റെ അവസാനം, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിനിസാഇക്കും മിനൽ ജന്ന, സഹോദരിമാരിൽ സ്വർഗത്തിൽ പോകുന്ന സഹോദരിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഇത് കേൾക്കുന്ന ഓരോ പെൺകുട്ടികളും ഉമ്മമാരും ഭാര്യമാരും നിങ്ങൾ ഇതിൽ പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾ ഇതിൽ പെടാൻ പ്രാർത്ഥിക്കണം. പുരുഷന്മാരെ, ഈ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്കും ആ സ്വർഗം ഉണ്ടാകും. സ്വർഗം കിട്ടുന്ന പ്രവാചകൻ പറഞ്ഞ വാക്കാണ്. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞ കുല്ലു വദൂദിൻ വലൂദ്, കേട്ട ഹദീസാണ്. സ്നേഹിക്കുന്നവൾ, മക്കൾക്ക് ജന്മം നൽകുന്നവൾ. അടുത്ത വാചകമാണ് വിഷയം. ഇദാ ഗളിബത്, അവൾക്കൊരു വിഷയത്തിൽ ദേഷ്യം വന്നു, ഇക്കാക്കാന സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ദേഷ്യം വന്നു. ഔ ഉസീഅ ഇലൈഹ, അല്ലെങ്കിൽ അവളോട് ഇങ്ങോട്ട് അയാൾ തെറ്റ് ചെയ്തു. ഔ ഗളിബ സൗജുഹ, അല്ലെങ്കിൽ ഇക്കാക്ക ഇങ്ങോട്ട് ചൂടായി. ഒരു തവണ അങ്ങട്ടാണ്, ഒരു തവണ ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ ഖാലത്ത്, അവള് പറയും, ഉറങ്ങണീന്റെ മുന്ന് പറയും, ശരിക്കും കേൾക്കട്ടോ, ഇത് സൈക്കോളജിയായി നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പക്ഷെ ഇത് നബി പറഞ്ഞതാണ്. പ്രവാചകൻ പറയാൻ, ഹാദിഹി യദി ഫി യദി, അവളിങ്ങനെ വന്നിട്ട് കാക്കാന്റെ രണ്ട് കയ്യിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയും, കാക്ക അത് എന്റെ കൈയാണ്, ഞങ്ങൾ രണ്ട് കയ്യുമ്മലും വെക്കുകയാണ്. അതിങ്ങനെ കൈ വെക്കുക, എടുത്തു വന്നിരിക്കുക, കെട്ടിപ്പിടിക്കുക, നേർക്ക് കണ്ണോട് കണ്ണ് നേർന്ന് വർത്താനം പറയും, ഒക്കെ പയ്യാൻ. പക്ഷെ ഹദീസിൽ വന്നത് കൈ ഇങ്ങനെ വെക്കും. ലാ അഖ്തഹിലു ബിഗമലിൻ ഹത്താ തർല, ഇക്കാക്ക നമ്മക്കടിയിൽ ഈ പ്രശ്നം വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊക്കെ പറഞ്ഞു, ഇത് കംപ്ലീറ്റ് തീരുമാനം ആയി, നിങ്ങൾ എനിക്ക് തൃപ്തി നൽകാതെ, പൊരുത്തം നൽകാതെ ഞാൻ ഉറങ്ങൂലട്ടോ എന്നവൾ പറയുന്നു. ഇക്കാക്ക നമ്മക്കടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മക്കടിയിലല്ലേ, അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു, ഇക്കാക്ക എന്റെയൊക്കെ അറിയാതെ പറ്റിപ്പോയതാണ്, സാരല്ല നിങ്ങൾ എനിക്ക് പുറത്തു തരണട്ടോ എന്ന്, നിങ്ങൾ എനിക്ക് പുറത്തു തരാതെ ഞാൻ ഉറങ്ങൂലട്ടോ, എനിക്ക് ഉറക്കം വരൂലട്ടോ എന്നവൾ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട്. ഇതന്നെയാ സ്വങ്ങളെ ദാമ്പത്യത്തിന്റെ മെയിൻ. ഇത് നമ്മളിൽ ഉണ്ടാകണം, ഇതിന് ദീനുണ്ടാകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനും പറഞ്ഞു നടക്കാനും അവഹേളിക്കാനും ശൈത്വാന് വേർപിരിക്കാനും നമ്മളെ കുടുംബത്തെ വിട്ടുകൊടുക്കരുത്, തുലനപ്പെടുത്തരുത്, വെറും പരാതി പറയരുത്. ഗൾഫ് നിർത്തിയിട്ട് ഒരാൾ നാട്ടിക്ക് വരുമ്പം ഇനി ഞങ്ങളും കുട്ടികളും എങ്ങനെയാ ജീവിക്കുക, നിങ്ങൾ പോന്നാലെന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് ലോകത്തെ ഏറ്റവും ക്രൂരമായ ചോദ്യം. അല്ല കാക്ക അവിടെ അല്ലേ, നമുക്ക് ഇവിടെ ജീവിക്കാം, ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പോകാം. ആ വാചകമാണ് ദാമ്പത്യം. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരും നാഥ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ,
ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പരസ്പരം സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനും പരസ്പരം കുടുംബത്തിൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാനും നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഫലസ്തീനിൽ, ഗസയിൽ ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നാഥ. കുടിവെള്ളം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, നടക്കുന്ന വഴികളിൽ ബോംബ് സ്ഫോടനങ്ങൾ കൊണ്ട് ചിന്നിച്ചു തീർക്കപ്പെടുന്ന ഒരുപാട് മക്കൾ. കാരുണ്യവാനായ നാഥ, റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, നീ അവിടം ശാന്തമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ആ നാടിനെ നാഥ സമാധാനമുള്ള നാടാക്കി നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അക്രമികളെ, തീവ്രവാദികളെ നീ ഇല്ലായ്മ ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, തീവ്രവാദികളെ നാഥ നീ ഇല്ലായ്മ ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിലും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ നീ അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വൈവാഹികപരമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ചു മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رحمن.